കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് 12 വയസ്സുകാരി. മരിച്ച കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്റെ മകളായ 12 വയസ്സുകാരി കുറ്റം സമ്മതിച്ചു. സ്നേഹക്കുറവാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്ന. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോ ചെയ്യുന്നുണ്ട്. ആന്റണി, വളർത്തച്ഛന്റെ സ്നേഹക്കുറവ് മൂലമാണ് കുട്ടിയെ കൊന്നതെന്നാണ് 12 വയസ്സുകാരി പെൺകുട്ടി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ രാത്രിയാണ് ഈ പാപ്പിനിശ്ശേരി പാറേക്കലിൽ ഈ ഒരു തമിഴ്നാട് സ്വദേശികളായ ദമ്പതികളുടെ 4 മാസം പ്രായമായ യാസിക എന്ന കുഞ്ഞിനെ അവർ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള നിറയെ വെള്ളമുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് അപ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു ഇതൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ആര് കൊല നടത്തി എന്നുള്ളൊരു കാര്യത്തിൽ അപ്പോഴും വ്യക്തത ഉണ്ടായിരുന്നില്ല. ഒന്നുണ്ടായിരുന്നത് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലിട്ടതാണോ അല്ലെങ്കിൽ കിണറ്റിലേക്ക് നേരിട്ട് ഇട്ടുകയാണോ ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് സംശയമുണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ പോലീസ് ഇപ്പോൾ SP ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ, അവരുടെ പേര് മുത്തു, അക്കലു എന്നിവരാണ്. അവർ പറഞ്ഞതനുസരിച്ച് ഈ വീടിനകത്തു നിന്നുള്ള ആളുകൾ തന്നെയായിരിക്കും കൊലപാതകം നടത്തിയിട്ടുണ്ടാകാം എന്നുള്ളൊരു സാധ്യത പോലീസിന് ലഭിച്ചു. അങ്ങനെ ഈ 12 കാരിയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതായത് ഈ മരിച്ച കുട്ടിയുടെ അച്ഛൻ മുത്തുവിൻ്റെ സഹോദരൻ്റെ മകളാണ് ഈ കൊലപാതകം നടത്തിയ കുട്ടി എന്ന് പറയുന്നത്. ഈ മുത്തുവിൻ്റെ ഈ സഹോദരൻ നേരത്തെ മരിച്ചിരുന്നു. ഈ കുട്ടികളുടെ അമ്മ നേരത്തെ തന്നെ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും ഈ കുട്ടികൾക്ക് ഇല്ല. അങ്ങനെ മുത്തുവും ഭാര്യയുമാണ് ഈ കുട്ടികളെ നോക്കിയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദമ്പതികൾക്ക് യാസിക ജനിക്കുന്നത്. അങ്ങനെ വന്ന ആ ഘട്ടത്തിൽ തങ്ങളോട് ഈ അവർക്കുള്ള മുത്തുവിനും ഭാര്യയ്ക്കുമുള്ള സ്നേഹം അത് കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമം ഈ 12കാരിക്ക് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പോലീസ് അതാണ്, ആ കുട്ടി അങ്ങനെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആ കൊലപാതകം നടത്തിയത് ഇപ്രകാരമാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിക്കൊക്കെ ശേഷം ഈ കുട്ടിയെ ശുചിമുറിയിലേക്ക് ഈ 12കാരി പോയി. ആ ഘട്ടത്തിൽ അമ്മയോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 4 മാസം പ്രായമായ കുഞ്ഞിനെ യാസികയെ എടുത്തുകൊണ്ടുപോയ ശേഷം നിറയെ വെള്ളമുള്ള കിണറ്റിലേക്ക് എറിയുകയായിരുന്നു എന്നുള്ളതാണ് ഈ കുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും കുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ സ്നേഹക്കുറവ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. തനിക്ക് കിട്ടേണ്ട സ്നേഹം അത് ഈ 4 മാസം പ്രായമായ മരിച്ച യാസികയ്ക്ക് അച്ഛനും അമ്മയും ഒക്കെ കൊടുക്കുന്നു എന്നുള്ളൊരു അതിൽ നിന്നുണ്ടായ ഒരു പ്രശ്നത്തിൽ നിന്നുണ്ടായതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് കാരണമെന്നാണ് ഇപ്പോൾ മൊഴിയായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. പോലീസിനോട് കുട്ടി അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആന്റണിയല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടും കുട്ടികൾ തന്നെയാണ്. 4 മാസം പ്രായമായ കുട്ടിയാണ് മരിച്ചത്. അതുപോലെ തന്നെ 12 വയസ്സുകാരിയാണ് കുട്ടിയെ കൊന്നത് എന്നുള്ളതാണ്. ഈ കുട്ടിയെ, ഈ 4 മാസം പ്രായമായ കുട്ടിയെ കാണാനില്ലെന്ന് ഈ 12 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി തന്നെയാണ് പറഞ്ഞത്. ഈ വളർത്തച്ഛനുമായിട്ടുള്ള ഈ സ്നേഹക്കുറവ് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കൊല്ലാനുണ്ടായ ഒരു സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളാണ് കുട്ടി മൊഴി നൽകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അയൽക്കാരൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഈ കുട്ടി ആകാം ഒരു പക്ഷേ ഈ കൊലപാതകത്തിന് പിന്നിലെന്നുള്ള ഒരു കാര്യം. കാരണം ഇന്നലെ ഈ കുട്ടിയാണ് ഈ കുഞ്ഞിനെ കിണറ്റിൽ വീണ നിലയിൽ ആദ്യം കണ്ടെത്തുന്നത്. ഈ കുട്ടിയുടെ മൃതദേഹം ആദ്യം കാണുന്നത് ഈ കുട്ടിയാണ്. ഈ കുട്ടിയാണ് ബാക്കിയുള്ളവരെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിലൊക്കെ ഈ നാട്ടുകാർക്കൊക്കെ സംശയമുണ്ടായിരുന്നു എന്ന് അവർ തന്നെ രാവിലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും കാരണം സംശയാസ്പദമായിരുന്നു ആ കുട്ടിയുടെ ഒരു പെരുമാറ്റം എന്നത് അടക്കം എന്നിവ ഈ നാട്ടുകാർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പോലീസ് ഈ കുട്ടിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നലെ രാത്രി അത് ഒരു ആസൂത്രണം കൃത്യമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ കുട്ടി ഉറങ്ങി അവിടെ നിന്ന് രാത്രിയാണ് കുട്ടിയെ എടുത്തുകൊണ്ട് പോയി കിണറ്റിലേക്ക് ഈ 12കാരി ഇടുന്നത്. അതിനുശേഷം താൻ ശുചിമുറിയിൽ പോയി വന്നപ്പോൾ ഈ കുഞ്ഞ് കിണറ്റിൽ വീണ് കിടക്കുന്നു കണ്ടു എന്നുള്ളതാണ് ആ കുട്ടി മൊഴി നൽകിയത്. ഏതായാലും 12കാരി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് കൊലപാതകം നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പ്രധാനമായും പറയുന്നത് തങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം അത് ഈ കുഞ്ഞിലേക്ക് മാത്രമായി പോകുന്നു. തങ്ങൾക്ക് ആ സ്നേഹം ഇപ്പോൾ പഴയതുപോലെ ഈ
മുത്തുവിൻ്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയും കയ്യിൽ നിന്ന് തങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കുഞ്ഞു പറയുന്നത്. കാരണം ഇവർക്ക് നേരത്തെ അച്ഛൻ ഇല്ല. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ, 2 കുട്ടികളാണ്. ഈ 12 വയസ്സുകാരിക്ക് ഒരു അനിയത്തി കൂടി ഉണ്ട്. അങ്ങനെ 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഈ കുഞ്ഞുങ്ങളെ ഈ അച്ഛൻ മരിച്ച ശേഷം ആണ് മുത്തു കൂടെ കൂട്ടുന്നത്. അതിനുശേഷം മുത്തു സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. നാട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പുതിയ കുട്ടി 4 മാസം പ്രായമായ കുഞ്ഞിനെ നോക്കുന്നത് പോലും ഈ 12 വയസ്സുകാരിയാണ്. അവർ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ കുഞ്ഞുമായി ഈ കുട്ടി അവിടെ നിൽക്കുന്നതും കുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്നതും ഒക്കെ നാട്ടുകാരും കണ്ടിട്ടുണ്ടെന്നത് നാട്ടുകാരും പറയുന്നുണ്ട്. അത്തരത്തിൽ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഈ കുട്ടിക്ക് തോന്നുകയാണ് തങ്ങൾക്ക് ഈ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ആ സ്നേഹം കിട്ടുന്നില്ല, അത് കുറഞ്ഞു. അതെല്ലാം ഈ 4 മാസം പ്രായമായ യാസികയിലേക്ക് പോവുകയാണ്. അപ്പോൾ തങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം യാസികയ്ക്ക് കിട്ടിയപ്പോൾ അതിലൊരു അസൂയ ഈ 12-കാരിക്ക് ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ ആ കൊലയിലേക്ക് പോയി എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ കുട്ടി എപ്പോഴും ഈ 4 വയസ്സുകാരിയുമായും ഒക്കെ നിൽക്കുന്നവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കൊലപാതകം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ കുട്ടി എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ആ കുട്ടി പഠിക്കാനായി പോകുന്നില്ല. എപ്പോഴും ഈ മുത്തുവും ഭാര്യയും ഒക്കെ ജോലിക്ക് പോയാൽ പോലും ഈ കുട്ടിയാണ് ആ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുക, ഈ കുഞ്ഞിനൊപ്പം ഉണ്ടാവുക. അങ്ങനെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊലപാതകം, ഈ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം കൂടി നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും പോലീസ് ഇപ്പോൾ കുട്ടി നൽകിയ മൊഴി പ്രകാരം പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ കുറവിൽ നിന്നുണ്ടായ, അല്ലെങ്കിൽ ഈ തങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം ഈ 4 മാസം പ്രായമായ യാസികയ്ക്ക് പോയതിലുള്ള വിഷമമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മൊഴി.